ഇത് കട്ടിങ് കഴിഞ്ഞ ഒരു മാർബിൾ ക്വാറിയാണ്. ഇതുണ്ട് അവിടുത്തെ ക്രെയിനൊക്കെ കിടക്കുന്നു. ഇതിൻ്റെ അങ്ങേ സൈഡ് അവർ ലെവൽ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാർബിൾ ക്വാറിയുടെ ഇവിടുത്തെ കല്ലെല്ലാം വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത സൈഡ് അതുപോലെ തന്നെ പാറ നിൽക്കുകയാണ്. അപ്പോൾ അത് വെട്ടാൻ വേണ്ടി അവിടെ നിന്ന് തെളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മുൻപ് കണ്ടത്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് ഈ കയറ്റം കയറാൻ ഞാൻ കുറേ പാട് വിട്ടു കേട്ടോ. അപ്പോൾ ഒരു പിക്കപ്പ് വാനിൽ വന്ന ആൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് തിരിച്ചു വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. ഇവിടെ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ നമ്മുടെ ചാനലിൽ വന്നിരുന്ന് നമ്മളെ ചീത്ത വിളിക്കുന്നവർക്കൊന്നും ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാവില്ല. യാത്ര ചെയ്താൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആ ഒരു സുഖം. ബുദ്ധിമുട്ടൊക്കെ നമുക്ക് സുഖങ്ങളായി മാറുന്നത് ഈ യാത്രയിലൂടെയാണ്. അപ്പം ഈ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഈ മലനിരകളുടെ ഇടയിലൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അപ്പുറത്ത് മാർബിൾ ക്വാറി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെയാണ് ഈ ചെറിയ പീസുകളൊക്കെ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്. ഇതൊന്നും കട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഇതെല്ലാം വെട്ടുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ഒരു മാർബിളുകളാണ്. നമ്മൾ മട്ടിക്കല്ലെന്ന് പറയുന്ന സാധനം, നമ്മളൊരു പാറമട സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മട്ടിക്കല്ല് വരുമല്ലോ, ആ മട്ടിക്കല്ലാണ് ഈ കിടക്കുന്നത്, മാർബിളിൻ്റെ മട്ടി. അപ്പോൾ നമ്മൾ താഴോട്ട് പോവുകയാണ്, യാത്ര തുടരുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോഴത്തെ ഞാനുള്ളത് പിപ്ലാന്ത്രിയിലാണ്. രാജസ്ഥാനിലെ തന്നെ ഏറ്റവും വലിയ ഒരു വനമേഖലയാണ് പിപ്ലാന്ത്രി. ഇത് സ്വാഭാവിക വനമല്ല. ഇവിടെയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിർമ്മിച്ചെടുത്ത ഒരു വനമാണിത്. ഈ ഗ്രാമത്തിലെ ഓരോ കുടുംബത്തും ഓരോ പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു രീതി അദ്ദേഹം അവലംബിക്കുകയുണ്ടായി. അതിൽ നിന്നാണ് ഈ പിപ്ലാന്ത്രി എന്ന ഈ വനമേഖല ഈ രാജസ്ഥാൻ്റെ മണ്ണിൽ രൂപപ്പെട്ടത്. അപ്പോൾ ചുറ്റുവട്ടം മുഴുവൻ മാർബിൾ ക്വാറികളുള്ള ഒരു പ്രദേശമാണിത്. ഇന്ന് ഞങ്ങൾ ഈ പിപ്ലാന്ത്രി ഒന്ന് ചുറ്റിക്കാണുവാനായി ഞാനും കുഞ്ഞിയും പുറപ്പെടുകയാണ്. ഇതാ കുഞ്ഞി ഇവിടെയുണ്ട്. കുഞ്ഞി ഇതിലെ പിപ്ലാന്ത്രിയുടെ കാഴ്ചകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കന്യാ ഉപവൻ പിപ്ലാന്ത്രി പെൺകുട്ടികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു വനമേഖല. രാജസ്ഥാനിലെ പിപ്ലാന്ത്രിയിൽ ഇങ്ങനെയൊരു വനമേഖല നമുക്ക് ദർശിക്കാൻ പറ്റുന്നത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം മരുഭൂമിയായി കിടന്ന ഒരു പ്രദേശത്തെ ഇതുപോലെയുള്ള ഒരു വനമേഖലയാക്കി മാറ്റിയ ഒരു വലിയ മനുഷ്യൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഥയാണ് ഈ കാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് പിപ്ലാന്ത്രി ഗ്രാമം. മാർബിൾ ക്വാറികളാൽ നിറഞ്ഞ ഒരു പ്രദേശം. ഈ മലനിരകളുടെ എല്ലാം പുറകുവശം മാർബിൾ ക്വാറികളും ഗ്രനൈറ്റ് ക്വാറികളുമാണ്. അപ്പോൾ നമ്മൾ പിപ്ലാന്ത്രിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ സോളാർ എനർജിയിലും വൈദ്യുതി ലൈനും ഒക്കെ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ജലസേചനം നടത്തുന്നത്. അപ്പോഴത്തേ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ മുളകൾ, വിവിധങ്ങളായ മുളകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മുളകളുടെ ഒരു ശേഖരമാണ് ഈ പ്രദേശം മുഴുവൻ കാണാൻ പറ്റുക. ഇതിനുള്ളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പുറത്തെ സൈഡിലേക്ക്. അതോടൊപ്പം തന്നെ ഇവിടെയും വിവിധങ്ങളായ മരങ്ങൾ, ഏകദേശം 1000-ൽ പരം ഇനങ്ങളിൽപ്പെട്ട മരങ്ങളാണ് ഈ ഒരു വലിയ ഏരിയയിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും കുഞ്ഞിയും ഈ കാഴ്ചകളിലൂടെ പോവുകയാണ്. കുഞ്ഞി ഇതാ, കുഞ്ഞി എൻ്റെ കൂടെ വരുന്നുണ്ട്, ബാ. അപ്പോൾ കുഞ്ഞിക്കും സന്തോഷമായി. കാരണം ശുദ്ധവായു ശ്വസിച്ച് പൊടിപടലങ്ങളില്ലാത്ത ഒരു പ്രദേശത്ത് നമുക്ക് രാജസ്ഥാനിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പിപ്ലാന്ത്രി. അപ്പോൾ ഇവിടെ ഈ മരങ്ങൾ മാത്രമല്ല,
ഈ മരങ്ങൾ വെച്ചത് മൂലം ഇവിടുത്തെ വെള്ളത്തിൻ്റെ അളവ് കൂടുകയുണ്ടായി. ഈ ഗ്രാമങ്ങളിലെ കിണറുകൾ വറ്റാതെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള മാവുകൾ, അതുപോലെ തന്നെ ചാമ്പ, പേര, അതോടൊപ്പം നെല്ലി, വിവിധ സൈസിലുള്ള നെല്ലി, അതൊക്കെയാണ് ഇവിടെ ധാരാളം കായ്ച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ എല്ലായിടത്തും കായ്കൾ ഉണ്ടാകുന്ന സമയമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാവുന്നത് ഇപ്പം നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്നും വിവിധ ഇനത്തിലുള്ള വാഴകൾ, വാഴത്തൈകൾ, വാഴക്കന്നുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ തെങ്ങുകൾ, ഇവിടെ തെങ്ങ് നിറച്ച് കായ്ച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു നെല്ലിമരമാണ്. ഇവിടെ മിയാവാക്കി എന്നുള്ള ഒരു ജാപ്പനീസ് രീതിയിലാണ് വൃക്ഷങ്ങൾ വെച്ചിരിക്കുന്നത്. അതായത് 1 മീറ്ററിൽ 10 മരം എന്നുള്ള ഒരു കണക്കാണ് മിയാവാക്കി എന്നുള്ള ഒരു സിസ്റ്റം. അപ്പോൾ ആ ഒരു മിയാവാക്കി സിസ്റ്റത്തിലാണ് ഇവിടെ ചെടികൾ വെക്കുന്നത്. അതിൽ കരുത്തുള്ളവ വളർന്നു കയറും, കരുത്ത് കുറഞ്ഞവ ശുഷ്കിച്ച് നിൽക്കും. അവയെ പിന്നീട് അവ തന്നെ നശിച്ചു പോകും. അപ്പോൾ കരുത്തുള്ളവ പെട്ടെന്ന് തന്നെ വളർന്നു കയറുകയും ചെയ്യും. അപ്പോൾ വിവിധ തരത്തിലുള്ള മരങ്ങൾ വെക്കുന്നത് മൂലം അവയിലെ കീടബാധയൊക്കെ ഒഴിവായി കിട്ടും. നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ചെയ്യുന്നിടത്ത് നമ്മൾ ബന്ദിച്ചെടികൾ വെക്കുന്നത് പോലെ ബന്ദിച്ചെടികളിൽ കീടങ്ങളെ മാറ്റി നിർത്താനുള്ള ഒരു കഴിവ് ബന്ദിച്ചെടിക്കുള്ള പോലെ ഇവിടെയും അതുപോലെ ഒരു സിസ്റ്റമാണ്, ജാപ്പനീസ് ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഗ്രാമപ്രദേശത്ത് മുഴുവൻ ഗ്രാമത്തിൻ്റെ വിവിധ മേഖലകളിൽ മരങ്ങൾ ഇപ്പോഴും വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രാജസ്ഥാനിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ട് ഇവിടെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഗ്രാമങ്ങളെ കൂടുതൽ ഹരിതാഭമാക്കാൻ വേണ്ടി ഒരു വലിയ പരിശ്രമവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണക്കാരനായ ആളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ പിപ്ലാന്തിരിയാക്കിയ ആ വ്യക്തി നമ്മളോടൊപ്പമുണ്ട്. മറ്റാരുമല്ല, ശ്യാം സുന്ദർ സാറാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമ്മൾ പിപ്ലാന്തിരിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സാറിനെ പരിചയപ്പെടാം. नमस्कार, मेरा नाम श्याम सुंदर पालीवाल है। मैं भारत गणराज्य की राजस्थान राज्य की राजसमंद जिले के पिपलांतरी गांव में बेटी, पानी, पेड़, सरकारी ज़मीनें और वन्य जीवों को बचाकर लोगों को प्राकृतिक आधारित रोजगार देने का काम पिछले लगभग 25 सालों से कर रहा हूँ। पिपलांतरी की पहचान बेटी बचाओ, पानी बचाओ, पेड़ लगाओ, पेड़ बचाओ, वन्य जीवों को बचाओ, इस तरह से हुआ है। और समग्र ग्राम विकास को लेकर जो काम होते हैं उसमें सब स्वच्छता भी है, जल संरक्षण भी है और लिंगानुपात भी है, शिक्षा, चिकित्सा, ग्राम विकास को लेकर जो काम होने चाहिए वो पिपलांतरी में हुए हैं। और मैं यहाँ पर पिछले लगभग 25 सालों से इस काम को गांव के लोगों को साथ में लेकर कर रहा हूँ। सर, इधर का सिस्टम कैसा है? इधर मैं सुना है ये गांव में एक बेटी पैदा हो जाएगा तो इधर इतना पेड़ रखेगा, धरती को पालन करेगा, इसी के बारे में बोल सकते हैं? पिपलांतरी की पहचान बेटी, पानी और पेड़। गांव में बेटी का जन्म हुआ तो लोग 111 पौधे उसके जन्मदिन पर लगाएंगे, उसके जन्म को यादगार बनाएंगे। बेटी को फिक्स डिपॉजिट गांव वाले पैसा इकट्ठा करके उस बेटी को 21,000 देंगे, 10,000 उसका परिवार देगा और फिर हर महीने उसका परिवार कुछ ना कुछ बेटी के नाम पर पोस्ट ऑफिस में उसके खाते में डालते रहेंगे। तो बेटी आत्मनिर्भर होगी, जैसे जैसे बड़ी होगी बेटी की कैपेसिटी बढ़ेगी, उसकी शिक्षा और उसकी शादी में पैसा काम आएगा। फिर उसके जन्मदिन पर जो 111 पौधे लगाए हैं वो धीरे धीरे बड़े हो रहे हैं, सरकारी ज़मीनों को बचा रहे हैं, गांव में हरियाली कर रहे हैं।
पानी को बचा रहे हैं, पानी को रोक रहे हैं और लोगों को रोज़गार दे रहे हैं। उससे वन्य जीव और पक्षी भी आ रहे हैं। तो आज यहाँ पिपलांतरी में लगभग 15 लाख पौधे पेड़ बन रहे हैं। लिंगानुपात जो 48% था आज 52% हो गया है। पानी 900 फीट था, वो ज़मीनी स्तर पर आया है। तो वापस खुशहाली का माहौल बना है। और ये काम हमने बेटियों को आदर्श मानकर, बेटी को देवी का रूप मानकर हमने किया है, जिसका असर धीरे धीरे दिख रहा है और बेटियों का आशीर्वाद मिल रहा है। बेटियों के आशीर्वाद से गांव में पानी हुआ है, पेड़ हुए हैं, शिक्षा का स्तर बढ़ रहा है, लोगों को जीने का स्तर बढ़ रहा है, अच्छा हो रहा है। तो ये सब बेटियों जो देवी के स्वरूप होती है बेटियां, उन बेटियों को आदर्श मानकर हम लोग काम कर रहे हैं और उन्हीं के आशीर्वाद से ये काम आगे बढ़ रहा है। सर मैं ये पूछने के लिए कोशिश कर रहा है, ये यही गांव का ये मिशन है और दूसरा गांव में भी ये मिशन करता है क्या? ये हमने आज से कई सालों पहले इस अभियान को शुरू किया था और इस अभियान के बहुत अच्छे परिणाम आए हैं। इसलिए देश की कई पंचायतें हमारे ज़िले में भी कर रही है, राजस्थान में भी कर रही है और भी देश के विभिन्न भागों में अपने अपने ग्राम पंचायतें इससे भी अच्छा काम कर रही है, इससे सीख कर, क्योंकि इससे अच्छे परिणाम आ रहे हैं तो लोग इसको अपना रहे हैं। पिपलांतरी मॉडल को पर अपना कर अपना काम कर रहे हैं लोग। सर मैं इधर एक ट्रेनिंग सेंटर देखा, वो ट्रेनिंग सेंटर में क्या क्या होता है? राजस्थान सरकार ने, राजस्थान के माननीय मुख्यमंत्री महोदय ने यहाँ आकर इस काम को देखा और देखकर कहा कि ऐसा काम मुझे पूरे प्रदेश में चाहिए, पूरे राजस्थान में चाहिए। तो फिर एक ट्रेनिंग सेंटर खोला और राजस्थान के सभी सरपंच, किसान, अधिकारियों की यहाँ लगातार ट्रेनिंग होती है और यहाँ से सीख कर लोग अपने अपने क्षेत्र में ये काम कर रहे हैं। लगभग कितना? इसलिए यहाँ ट्रेनिंग सेंटर खोल रखा है। यहाँ पर एडिशनल चीफ इंजीनियर, 2 SC, एक्सीएन, इससे बड़े अधिकारी लगा रखे हैं, बसें लगा रखी है, लोगों को लाते हैं, ट्रेनिंग करवाते हैं, उनको खाना खिलाते हैं, उनको 2-3 दिन रोकते हैं यहाँ और यहाँ काम हुआ उसको दिखाते हैं। ओके सर, आपको मिलके मैं बहुत खुशी हो गया। मैं ये मेरा यात्रा में मैं आने के टाइम ये एक गांव का आदमी मेरे को पिपलांतरी का बारे में बोला, इसलिए मैं पहला ये वीडियो देखा है। मैं फिर सोचा नहीं ये इतना सामने है। मेरा ये ऑल इंडिया साइकिल राइड में ऐसा एरिया देखने के लिए मैं आ रहा है। ऐसा एरिया ये पिपलांतरी के बारे में मेरा कोटयम डिस्ट्रिक्ट का एक आदमी फिल्म भी बनाया है, मैं सुना है, आप भी मेरे को बोला। फिर कोटयम का बहुत आदमी से आप फ्रेंडशिप देखता है, वो मेरे को बहुत खुशी हो गया इधर आके। ये केरल जैसा, सच में मैं बोल रहा मैं केरला में है ऐसा ही सोचता है। ओके, बहुत शुक्रिया जी, आपको मिलने के बाद बहुत खुशी हो गया। ओके, थैंक यू सर, थैंक यू वेरी मच। ഇത് കണ്ടോ നമ്മുടെ കുഞ്ഞി സാറിൻ്റെ നെയ് കുച്ച് भी नहीं है। കുഞ്ഞി തേണ്ട സാറിൻ്റെ അടുത്തൂടെ നടക്കുകയാണ് കേട്ടോ. അവളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. നാട്ടിൽ പോയ ഒരു സുഖമാണ് അവൾക്ക്. ഇന്നലെ അവളെ കാണാൻ ഒരുപാട് പേര് വന്നിരുന്നു. കുഞ്ഞി സാറിൻ്റെ അടുത്ത് ചെല്ല് 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 ആണ്ട് വിളിക്കുന്നു ചെല്ല്. ആ എന്നാ 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 അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വലിയ കുളമാണ്. ഇത് ആഴ്ചയിൽ ഒരു തവണ ഇതിലെ വെള്ളമൊക്കെ മാറ്റി ക്ലീൻ ചെയ്യുന്നതാണ്. ഇവിടുത്തെ പക്ഷിമൃഗാദികൾക്കും ഇതിലെ പറന്ന് നടക്കുന്ന മയിൽ, അതുപോലുള്ള എന്തിനു പറയുന്നത്, വേഴാമ്പൽ വരെ ഇവിടെയുണ്ട്. അപ്പം വേഴാമ്പലിനെ വരെ ഞാൻ കണ്ടു ഇന്നലെ വൈകിട്ട്. അപ്പോൾ അത് മരങ്ങളുടെ ഒരു ശൃംഖല കണ്ടോ. ഇത് മൾബറി അല്ല, നമ്മുടെ പിപ്പിലിയ എന്നുള്ള ആ ഒരു ചെടിയാണ്. ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ധാരാളം ഉള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പിപ്പിലാത്രി എന്ന് പേര് കിട്ടിയത്. അപ്പോൾ ഇത് കണ്ടോ, മാർബിൾ പീസുകളിട്ടാണ് കേട്ടോ ഇവിടെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു വനമേഖലയായിട്ട് ഇതിനെ മോടി പിടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അലോവേരയാണ് ഇവിടെ കൂടുതലും കൃഷി ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ അലോവേര ഉപയോഗിച്ച് ഷാമ്പൂ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലോവേരയുടെ മെഡിസിനുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെയായിട്ടാണ് ഈ കല്ല് നിറഞ്ഞ ഭാഗത്തെല്ലാം അലോവേര വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ, അതിവിടെ നോക്കിയാലും അലോവേര തന്നെയാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു മുള കൊണ്ട് നിർമ്മിച്ചൊരു ഏറുമാടമാണ് കേട്ടോ. ഏറുമാടം
അതാണ് നമുക്ക് കാണാൻ പറ്റുക. അതിലോട്ടുള്ള പ്രവേശനമൊക്കെ ഇപ്പം നിർത്തിയിരിക്കുകയാണ്, കാരണം അതിൻ്റെ കാലപ്പഴക്കത്തിൽ അത് ഡാമേജ് ആയെന്ന് തോന്നുന്നു. അപ്പോഴത്തേ നമ്മൾ ഇവിടുത്തെ ട്രെയിനിങ് സെൻറ്ററിൻ്റെ സൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതൊരു വലിയ ഏരിയയാണ് കേട്ടോ. ഒരു ഗ്രാമം എന്നുള്ളതിൽ കവിഞ്ഞ് ഈ പ്രദേശം മുഴുവൻ ധാരാളം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഹരിതാഭമാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴത്തെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഇതാണ് ആ ഒരു പിപ്ലാദ്രിയുടെ ഒരു ഏരിയൽ വ്യൂ. മുൻപ് ഇങ്ങനെ കിടന്നിരുന്ന സ്ഥലമാണ്. അത് കണ്ടോ, ആ മുകളിൽ കാണുന്ന ചിത്രത്തിൽ കാണുന്ന പോലെയാണ് മുൻപ് ഈ സ്ഥലം കിടന്നിരുന്നത്. ഇപ്പോൾ ഇതിലും മനോഹരമായിട്ടാണ് പിപ്ലാദ്രിയെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.